ആ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും കാതലായ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമുക്കറിയാം സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം. അത് പൗരന്മാരുടെ അവകാശമാണ്. തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമാകണമെങ്കിൽ, സ്വതന്ത്രമാകണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം കുറ്റമറ്റ വോട്ടർ പട്ടികയാണ്. അർഹരായ ആളുകളെ മുഴുവൻ പേരെയും പട്ടികയിൽ വോട്ട് ചേർക്കണം. അവർക്ക് വോട്ടവകാശത്തിന്റെ ഒരു കാരണവശാലും ആ അധികാരം നിഷേധിക്കപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ അനർഹരായ ആരെയും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ അനുവദിക്കാൻ പാടില്ല. അവരുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അർഹരെ ഒഴിവാക്കാൻ പാടില്ല, അനർഹരെ ഉൾപ്പെടുത്താൻ പാടില്ല. ഇതാണ് ജനാധിപത്യ പ്രക്രിയയുടെ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന്റെ പ്രീ റിക്വസ്റ്റ്. അതിന് മുന്നോടിയായി വേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യം ഇതാണ്. എന്നിരിക്കെ ഇന്ത്യ രാജ്യത്ത് ഈ പരമമായ അവകാശം കുറെ പേർക്ക് ബോധപൂർവം നിഷേധിക്കപ്പെടുന്നു. അതിന്റെ പരിപാവനത, വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ, ആളുകളെ അതിന് അർഹരാക്കുന്നതിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ അതിന്റെ പരിപാവനത, അതിന്റെ പവിത്രത ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്ത്യ രാജ്യത്തെ അനുഭവം. അതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2 വാർത്താ സമ്മേളനത്തിലൂടെയും ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ നേതൃനിരയും കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും അതിശക്തമായിട്ട് ഉയർത്തിയത്. രാഹുൽ ഗാന്ധി ആ വിഷയം വാർത്താ സമ്മേളനത്തിൽ പഠിച്ച് അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ബീഹാറിൽ വോട്ട് സംരക്ഷണ യാത്ര, വോട്ടധികാര യാത്ര നടത്തിക്കൊണ്ട് ഈ പൗരാവകാശത്തിന് വേണ്ടി അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് സ്വീകരിക്കുന്ന നടപടികൾ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടവകാശം ഉറപ്പു നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നീതിപൂർവമാക്കുന്നതിന് വേണ്ടിയാണ്. TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ ഇലക്ഷൻ കമ്മീഷണറായിട്ട് പ്രവർത്തിച്ച കാലഘട്ടം എന്താണ്? സർക്കാരിന്റെ ഒരു പാവയായി പ്രവർത്തിക്കാനല്ല, ഭരണകക്ഷിയുടെ ഇംഗിതത്തിന് വഴങ്ങാനല്ല. ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായ നീതിപൂർവമായ ഒരു ഭരണഘടനാ സ്ഥാപനമായി പ്രവർത്തിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഏറ്റവും നിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചു. എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിശ്ചയിക്കുന്ന സമിതിയെ സംബന്ധിച്ചാണ് ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത്. അതിലെ 3 അംഗങ്ങളിൽ ഒരാള് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കണം. രണ്ടാമത്തെ വ്യക്തി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കണം. മൂന്നാമത്തെ വ്യക്തി ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഒരു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അംഗങ്ങളായ സമിതിയിൽ മൂന്നാമത്തെ അംഗം ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? നീതിപൂർവമല്ലാത്ത ഒരു നിയമനം ഉണ്ടാവില്ല. പ്രധാനമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും പേര് നിർദ്ദേശിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആ സമിതിയിൽ ഉണ്ടായിരിക്കും എന്നാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. എങ്കിൽ അതിനെയും നമുക്കറിയാം, ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റിലെ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെയും ഇല്ലായ്മ ചെയ്ത് സുപ്രീം കോടതി വിധിയെ മറികടക്കാനുള്ള നിയമം നടപ്പിലാക്കിക്കൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രിയോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന സമിതിയിൽ അംഗമായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, അന്യായമായിട്ട് പ്രവർത്തിക്കുന്നു. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് അർഹതയായ ആളുകളെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു. കേരളത്തിലും ഈ സംഭവം വരികയാണ്. കേരളത്തിൽ 20-ാം തീയതി നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രക്തൻ കേൾക്കർ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിന്
പ്രതിനിധികളായിക്കൊണ്ട് PC വിശ്വനാഥ് MLA-യും M. ലിജുവും പങ്കെടുത്തു. CPM-ന്റെ പ്രതിനിധിയായി MV ജയരാജൻ പങ്കെടുത്തു. ഇവരെല്ലാവരും തന്നെ കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല,